ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരായ എം.വി. ഗോവിന്ദന്റെ വിമർശനത്തോടെ സിപിഎമ്മും തലശ്ശേരി അതിരൂപതയും നേർക്കുനേർ. എം.വി. ഗോവിന്ദന്റെ പരാമർശം ഫാസിസ്റ്റ് ശക്തികൾക്ക് സമാനമെന്ന് തലശ്ശേരി അതിരൂപത. കോടിയേരിയെ പോലെയുള്ളവർ ഇരുന്ന കസേരയാണെന്ന് ഓർക്കണമെന്നും ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുതെന്നും കത്തോലിക്ക കോൺഗ്രസ്. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർക്കും. ഇരുവരെയും ഇന്ന് ചോദ്യം ചെയ്യും. സോനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കിട്ടും. റിമാൻഡിലുള്ള റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങും. സംവരണത്തിനായി ജാതിമാറ്റം നടക്കുന്നില്ലെന്ന ലത്തീൻ സഭയുടെ വാദം പൊളിയുന്നു. സമീപ കാലയളവിലും വ്യാപക തട്ടിപ്പ് നടക്കുന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നു. സഭയ്ക്കെതിരെ പരാതിയുമായി നാടാർ സംഘടനകൾ. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. നിമിഷപ്രിയ കേസിൽ തലാലിന്റെ സഹോദരനെ തള്ളി തലാൽ ആക്ഷൻ കൗൺസിൽ തന്നെ രംഗത്ത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയത് ആക്ഷൻ കൗൺസിൽ അംഗം സർഹാൻ ഷംസാൻ അൽ ബിസ്വാബി ഫേസ്ബുക്കിലൂടെ സ്ഥിരീകരിച്ചു. യമനിലെ സൂഫി പണ്ഡിതർ തലാലിന്റെ പിതാവുമായി നടത്തിയ ചർച്ച വിജയകരമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. സിനിമാ സംഘടനകളിൽ തർക്കം മുറുകുന്നു. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെ നിർമ്മാതാക്കൾക്കെതിരെ സജി നന്ദ്യാട്ട്. ചേംബർ പ്രസിഡന്റ് ആകാതിരിക്കാൻ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും പിന്നിൽ നിർമ്മാതാവ് അനിൽ തോമസ് ആണെന്നും സജി. സാന്ദ്ര പറഞ്ഞ ചില നിലപാടുകളെ പിന്തുണയ്ക്കുന്നുവെന്നും നന്ദ്യാട്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജികളിൽ എറണാകുളം ജില്ലാ സബ് കോടതിയുടെ വിധി ഇന്ന്. സാന്ദ്രയുടെ ഹർജികൾ ബൈലോയ്ക്ക് വിരുദ്ധമായി വരണാധികാരിയെ നിയമിച്ചതിനും പത്രിക തള്ളിയതിനുമെതിരെ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. താൽക്കാലിക VC നിയമനത്തിൽ ചാൻസലർക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ. ചാൻസലർ കൂടിയായ ഗവർണറുടെ ഉത്തരവ് ചട്ടവിരുദ്ധമെന്ന് സംസ്ഥാനം. നിയമനങ്ങൾ റദ്ദാക്കണമെന്നും ആവശ്യം. റിസോർട്ട് വിവാദത്തിൽ EP ജയരാജനെ വിടാതെ P ജയരാജൻ. പരാതിയിൽ എന്ത് നടപടിയെടുത്തെന്ന് CPM സംസ്ഥാന സമിതി യോഗത്തിൽ ജയരാജന്റെ ചോദ്യം. നടപടി ആവശ്യം ആവർത്തിച്ചത് കഴിഞ്ഞ സംസ്ഥാന സമിതിയിൽ. പാർട്ടി പരിശോധിച്ചു വരുന്നുവെന്ന് M.V. ഗോവിന്ദന്റെ മറുപടി. G. സുധാകരനെതിരായ അശ്ലീല പരാമർശത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിൽ. അറസ്റ്റ് ചെയ്ത് അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M. മിഥുനെ. അധിക്ഷേപം രമേശ് ചെന്നിത്തലയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനെ പ്രശംസിച്ചതിന്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ക്രമക്കേട് ആരോപണം ഇന്നും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും. പ്രതിഷേധവുമായി ഒറ്റക്കെട്ടായി നീങ്ങാൻ ഇന്ത്യ സഖ്യം. ഡൽഹിയിൽ ഇന്ന് AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗം. ബീഹാറിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ഇന്ന് സുപ്രീം കോടതിയിൽ. കോഴിക്കോട് കോർപ്പറേഷനിലും വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടെന്ന ആരോപണം. കണ്ടെത്തിയത് 1320 ഇരട്ട വോട്ടുകൾ. ബേപ്പൂരിലെ ഒറ്റ വീട്ടു നമ്പറിൽ ചേർത്തത് 70 വോട്ടുകൾ. വോട്ടർ പട്ടികയിൽ നാട്ടുകാർക്ക് അറിയാത്ത അജ്ഞാതരും. ചൈനയ്ക്ക് മേലെ ഏർപ്പെടുത്തിയ 145% അധിക തീരുവ 3 മാസത്തേക്ക് മരവിപ്പിച്ച് അമേരിക്ക. ഉത്തരവിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ്. ചൈനയുമായി നല്ല ബന്ധമെന്നും വ്യാപാര കരാറിൽ ചർച്ച ഉടനെന്നും ട്രംപ്. ഇസ്രായേൽ സേന വധിച്ച അൽ ജസീറ റിപ്പോർട്ടർ അനസ് അൽ ഷരീഫിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. അൽ ഷിഫ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ശവശരീരങ്ങളുമായി പ്രകടനമായി എത്തിയായിരുന്നു സംസ്കാരം. മാധ്യമപ്രവർത്തകരുടെ കൊലപാതകത്തിൽ ജർമ്മനിയിലെ ബെർലിനിൽ പ്രതിഷേധ പ്രകടനം. സമാധാന ഉടമ്പടിയുടെ ഭാഗമായി റഷ്യ പിടിച്ചെടുത്ത യുക്രൈന്റെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് ട്രംപ്. വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ അത്തരമൊരു സാധ്യത പരിശോധിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ്. പുടിനുമായി ട്രംപ് ചർച്ച നടത്തുന്നത് ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ. ധർമ്മസ്ഥലയിലെ പരിശോധനയ്ക്ക് GPR സാങ്കേതിക വിദ്യയും. ആധുനിക സംവിധാനങ്ങൾ ധർമ്മസ്ഥലയിൽ എത്തിച്ചു. വിശദ പരിശോധന പോയിന്റ് 13-ൽ. ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. ATMിലെ കവർച്ചാ ശ്രമം തകർത്ത് പോലീസ്. കവർച്ചാ ശ്രമം നടന്നത് കോഴിക്കോട് കള്ളൻതോട് SBI ATMിൽ. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കവർച്ചാ ശ്രമം. അസം സ്വദേശി പപ്പുൽ ഹക്കിനെ പിടികൂടിയത് കുന്നമംഗലം പോലീസിലെ നൈറ്റ് പട്രോളിംഗ് സംഘം.